സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം പകർച്ചവ്യാധി പടരുന്ന സാഹചര്യമാണ്. ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ഇന്ന് ഉന്നത അധികാര സമിതി യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മുതൽ 2 മണി വരെ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ജില്ലയിലെ എല്ലാ MLA-മാരും പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ 10 പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. നിപ്പയിൽ ആശ്വാസമുണ്ടെങ്കിലും മറ്റ് പകർച്ചവ്യാധികൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ രജിത് കുമാർ നൽകും. തിരുവനന്തപുരത്ത് രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ മഴയോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ പടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഷിഗല സ്ഥിരീകരിച്ചത് ഇന്നലെ 10 പേർക്കാണ്. ഒപ്പം മഞ്ഞപ്പിത്തം, അതോടൊപ്പം തന്നെ എലിപ്പനിയൊക്കെ പടരുന്ന സാഹചര്യമുണ്ട്. ഈ കസേരകൾക്കിടയിലൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സമയമില്ലേ എന്നതാണ്. ഇന്നിപ്പോൾ യോഗമൊക്കെ ചേരുന്നുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നത്, അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താനായി മന്ത്രി തയ്യാറെടുക്കുന്നത്. ഇന്ന് 10 മണി മുതൽ 2 മണി വരെയാണ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. ഷിഗല്ല ബാധ സംസ്ഥാനത്ത് കൂടുതലായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്നലെ 10 പേർക്കാണ് രോഗബാധ ഇന്നലെ സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 3 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. മറ്റ് പാലക്കാട് ഒരാൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 10 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെയാണ് മറ്റ് കൂടുതൽ എണ്ണവും 5 പേരുടെ മരണമാണ് ഈ ഒരു മാസം തന്നെ ഈ ഷിഗല്ല ബാധയെ ഉണ്ടായിരുന്നു. 120 പേർക്ക് ഇന്ന് ഈ ഒരു മാസം കൊണ്ട് മാത്രം രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 196 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഷിഗല്ല ബാധ തുടർന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും യോഗം ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ യോഗം നിപ്പ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. എന്നാൽ നിപ്പയിൽ ഇപ്പോൾ ഒരു നിയന്ത്രണമൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന ആളുകളൊക്കെയും തന്നെ അവിടെ നിന്നും വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് മാത്രമാണ് നിപ്പ ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരാൾ മാത്രമാണ്. 43 വയസ്സുകാരനായ വ്യക്തിയാണ് കഴിയുന്നത്. ആ ഒരാളുടെ രോഗബാധ മാത്രമാണ് ഇപ്പോൾ നിപ്പയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ്പയ്ക്ക് ഒരു നിയന്ത്രണം വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഷിഗല്ല ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടുതലായി ഉണ്ടാകുന്നത്. അതിനുകൂടി ഒരു നിയന്ത്രണം വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. അതുമാത്രമല്ല, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ ഈ നിപ്പയും ഷിഗല്ലയുമാണ് പ്രധാനമായും സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി, മറ്റ് പകർച്ചവ്യാധികളിലേക്ക് കൂടി നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഡെങ്കു ഫീവർ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡെങ്കു പനി ബാധിച്ച് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ 3 പേരുടെ മരണം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇത് വല്ലാതെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ കൂടി നിയന്ത്രണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായും, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. ദിനവും 25ഓളം പേർക്കാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 25ഓളം പേർക്ക് ഓരോ ദിവസവും രോഗം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അത് വലിയൊരു ഭീഷണി, ഈ രോഗം പടരുന്നതിൽ വലിയൊരു ഭീഷണി ഉണ്ട് എങ്കിൽ തന്നെയും മറ്റ് അപായങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. എന്നെങ്കിൽ തന്നെയും ഇവയും നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വെള്ളത്തിലൂടെയാണ് പ്രധാനമായും ഇത് പടരുന്നത് എങ്കിൽ തന്നെയും ഇവയെ കൃത്യമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതിനാൽ തന്നെയാണ് ഇന്ന് യോഗം ചേരുന്നത്. ഡോക്ടർ എസ് ലാലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ യോഗം. ഉന്നതാധികാര സമിതി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഒപ്പമുണ്ട് മറ്റ് MLA-മാർ. ജില്ലയിലെ എല്ലാ MLA-മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ജില്ലയിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിനോടൊപ്പം തന്നെ പൊതുവായി ഇതിനൊരു നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിക്കുക എന്നതുകൂടിയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യവും. ശരി രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ഇന്ന് ഉന്നത അധികാര സമിതി യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ 2 മണി വരെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. ജില്ലയിലെ എല്ലാ MLA-മാരും പങ്കെടുക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ഈ പ്രതിരോധ പ്രവർത്തനത്തിനായി ഡ്രൈ ഡേ ഒക്കെ ആചരിച്ചു. ഇന്ന് ഓഫീസുകളിൽ ഡ്രൈ ഡേ ആചരിക്കും. നാളെ ഇപ്പോൾ വീടുകളിലാണ് ഡ്രൈ ഡേ ആചരിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്.